പന്റെ ഭാര്യ മണ്ടോതിരി ഏത് തരക്കാരിയാന്നൊക്കെ എനിക്കും അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ളൊരു പെണ്ണിനെ ഇജ്ജ് വെറുപ്പിച്ച് വിട്ട്. എന്നപ്പോ മരുമോള് അവള് വല്ല വീട്ടിൽ നിന്നും കയറി വന്നാണെന്നൊരു ധാരണ എനക്കുണ്ടായോ? ഓളെ ഇജ്ജ് വെറുപ്പിച്ച് വിട്ട്. പിന്നെ പന്റെ മോൻ ഓൻ്റെ ഭാര്യയ്ക്ക് ഒരു വില കൊടുക്കണ്ടേ? എൻ്റെ ഈ സ്വഭാവത്തിനൊപ്പം നിൽക്കാൻ പറ്റുമോ? ഓനും പോയി. ഇങ്ങനെ എന്നെ ബന്ധപ്പെട്ടവരൊക്കെ എന്നോട് പിണങ്ങി പോവാണ്. എന്നോട് പിണങ്ങി പോവല്ല, ഇജ്ജ് പിണങ്ങണ കാരണം ഒരു പോവാണ്. എന്നാ ആ രാഘവേട്ടൻ ഇപ്പോഴും അതിൻ്റെ മനസ്സിൽ നിന്ന് സങ്കടം പോയില്ല. അപ്പം അത് എന്നാലേയും കൂടി പറഞ്ഞ് ആ സുഗത എന്നോട് കാട്ടിയ പണി ആലോചിച്ച് നോക്ക് കോയാ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ മാറ്റണം. ഈ ജാതി സ്വഭാവം ഒന്നും നന്നല്ല. കണ്ണുള്ളപ്പോഴേ നമുക്ക് ആ കാഴ്ചയുടെ വില എന്താന്ന് മനസ്സിലാവില്ല. അതില്ലാണ്ടാവണം. ഇപ്പോഴേ അറിയണം. രാഘവേട്ടാ, കുൽക്കി സർബത്തുണ്ടോ? കുൽക്കി സർബത്താ? കുൽക്കി സർബത്തൊന്നുമില്ല. എന്നാ നന്നാരി സർബത്തല്ലേ? ആ, നന്നാരി സർബത്തുണ്ട്. ഒരു സർബത്തല്ലേ? രാഘവ, സുഖന്നല്ലേ? സുഖം തന്നെ. കച്ചവടമൊക്കെ എങ്ങനെ പോണു? കച്ചവടം മോശമില്ലാണ്ട് പോകുന്നുണ്ട്. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? ആ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെ. രാഘവൻ എന്നോട് പിണക്കൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല. എന്നാ രാഘവ, ആ, എനിക്കൊരു സർവത്ത് എടുത്തു. സർവത്താ? ആ, എന്ത് പണിയാ രാഘവേട്ടാ? അത് ഞാൻ ചോദിച്ച സർബത്തല്ലേ? നീ പോടാ. സുഗത മാഷക്ക് ആദ്യം കൊടുത്തില്ല. സുഗത മാഷ് പറഞ്ഞു. സുഗത മാഷേ, ഒന്ന് ഇത് കുടിച്ചിട്ട് പോ. സർബത്ത് കുടിച്ചിട്ട് പോ. സർബത്ത് കുടിച്ച് പോ മാഷേ. അയാൾ പോണെങ്കിൽ പോട്ടെ. നിങ്ങൾ സർബത്തിന് വന്നേ. നീ പോടാ. ഈ സർവത്ത് വെക്കുന്നില്ല, ഒന്നും ഒരു ഗുണാകും വെക്കുന്നില്ല. മതി, എല്ലാം നിർത്തി. ഞാനെന്ത് ചെയ്തതിന്? പോയി ഇറങ്ങിപ്പോ. മറിമായം